എന്ത് ചെയ്യാം? ആദ്യം കണ്ടക്ടർ നോക്കാം. കണ്ടക്ടറിൽ എന്താ വരിക? കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വരും? ഇതൊരു മെറ്റീരിയൽ ആണ്. ഓക്കെ, ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. ഓക്കെ, യൂസ്ഡ് ടു കണ്ടക്ട്, ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞൂടെ? കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രോൺസ്. ഓക്കെ, അതാണ് കണ്ടക്ടറിന്റെ ഫസ്റ്റ് വൺ. അത് ഇലക്ട്രോൺസ് ഈസിലി എന്നുകൂടെ കൂടെ നമുക്ക് യൂസ് ചെയ്ത് കുറച്ചുകൂടെ ഒരു സ്യൂട്ടബിൾ ആവും. ഈസി ആയിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ, അതായത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നതിന്റെ പേരാണെന്ത്? കണ്ടക്ടർ എന്ന് പറയാ. ഓക്കെ, ഇതില് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം, വാലൻസ് ഷെല്ലില് 1, 2, 3 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, വാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 1 ഇലക്ട്രോൺ ആവാം, 2 ഇലക്ട്രോൺ ആവാം, 3 ഇലക്ട്രോൺ ആവാം. ഇങ്ങനെ ഡിഫറെന്റ് ഇലക്ട്രോൺസ് അതിനകത്ത് ഉണ്ടാവും. 1, 2, 3 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ ഉണ്ടാവും. അത് മാത്രമല്ല, എന്താണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദി മെറ്റൽസ് എന്താണ്? മോസ്റ്റ് ഓഫ് ദി മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്. പല മെറ്റൽസും എന്താണ്? കണ്ടക്ടേഴ്സ് കൂടെയാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കണം. പല മെറ്റൽസും കണ്ടക്ടേഴ്സ് കൂടെയാണ്. ഓക്കെ, ഇനി ഇതിൽ മെയിനായിട്ട് കണ്ടക്ടറിൽ വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഇതിന്റെ എനർജി ബാൻഡുകളാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വാലൻസ് ബാൻഡിൽ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടൊരു ഫിഗർ ഉണ്ടോ? ഈ ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ ഒരു ഇലക്ട്രോണിന് നമ്മൾ കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഫ്രീ ആവും. ഓക്കെ, ഇത് ഫ്രീ ആവും. അപ്പൊ ഇത് ഫ്രീ ആയി ഇലക്ട്രോൺ ഈ ഷെല്ലിൽ നിന്ന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്താൽ, അപ്പൊ ഇങ്ങനത്തെ കുറെ ആറ്റങ്ങൾ എന്നുണ്ട്. ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലേ, ഒരു മെറ്റീരിയൽ നമ്മൾ എടുക്കണം. ഒരു കണ്ടക്ടർ, നമ്മൾ സാധാരണ പറയുന്ന ഒരു കണ്ടക്ടർ ഉണ്ടല്ലോ, ഒരു കണ്ടക്ടർ, ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ എടുക്കുവാണേ. ഒരു കണ്ടക്ടർ എടുക്കുക. അപ്പൊ ഈ കണ്ടക്ടറിൽ ഇങ്ങനെ കുറേ ആറ്റംസ് ഉണ്ടാവും. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ള ഒരു കോപ്പറിന്റെ കണ്ടക്ടർ ആണെന്ന് ചോദിച്ചോളൂ. ഇത് ന്യൂക്ലിയസും മറ്റതൊക്കെ ആറ്റമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഇതെന്ന് പറയും? ഇതിനൊരു എനർജി കിട്ടും. ഈ ന്യൂക്ലിയസിന് ഈ ഇലക്ട്രോൺ എന്ത് കിട്ടും? ഒരു എനർജി കിട്ടും. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ എനർജി ഇവിടെ എന്ത് ചെയ്യും? എനർജി ആണ് ഇത് ഫ്രീ ആവും. ഫ്രീ ആയിട്ട് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറും. ഫ്രീ ഇലക്ട്രോൺ. ആ ഫ്രീ ഇലക്ട്രോൺ എന്ത് ചെയ്ത് മൂവ് ചെയ്ത് അടുത്ത ഇലക്ട്രോണിൽ കൊളൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് എനർജി കിട്ടും. അവിടെ നിന്ന് ഫ്രീ ഇലക്ട്രോൺ റിലീസ് ആവും. സോ ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് റിലീസായി കറണ്ട് ക്യാരി ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുക. ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് ആണ് നമ്മളെ കറണ്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ഇലക്ട്രോണിന് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറും. ഫ്രീ ഇലക്ട്രോൺ ഇതിപ്പോ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ആണ്, വാലൻസ് ഇലക്ട്രോൺ. അത് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറും. അപ്പോ നമ്മൾ ഇതിന് എന്ത് പറയും? ഇത് കണ്ടക്ഷനിലായി എന്ന് പറയും. അപ്പൊ ഈ ഇലക്ട്രോൺ ആദ്യം വാലൻസ് ഷെല്ലിലിരുന്നു, പിന്നെ ഇത് എനർജി കിട്ടി എന്തായി? ഫ്രീ ഇലക്ട്രോണിലായി, അത് കണ്ടക്ഷനിലായി. അവിടെയാണ് നമുക്ക് 2 ബാൻഡുകൾ പറയേണ്ട കാര്യം. എന്തെന്ന് വെച്ചാല് 2 എനർജി ബാൻഡുകളുണ്ട്. ഒരെണ്ണം വാലൻസ് ബാൻഡും അടുത്തത് കണ്ടക്ഷൻ ബാൻഡും. ഓക്കെ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു കണ്ടക്ടറിൽ ഇതെങ്ങനെയായിരിക്കും, ഒരു ഇൻസുലേറ്ററിൽ ഇതെങ്ങനെയായിരിക്കും, ഒരു സെമി കണ്ടക്ടറിൽ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് കണ്ടക്ടറിലെ കാര്യമാണ്, പിന്നെ ഇൻസുലേറ്ററിലെയും കാര്യം. സോ കണ്ടക്ടറിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടക്ടറിൽ ഞാൻ ഈ വാലൻസ് ബാൻഡിനെ ബ്ലൂ കളർ കൊണ്ട് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് വാലൻസ് ബാൻഡ്. ദെൻ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് ഓവർലാപ്പ് ചെയ്തിരിക്കും. ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, സോ ഒരു കണ്ടക്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, കണ്ടക്ടറിലെ കണ്ടക്ഷൻ ബാൻഡും ആൻഡ് വാലൻസ് ബാൻഡ് എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും.
ഓവർലാപ്പ് ചെയ്യും. സോ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്തായിരിക്കും ഒരു കണ്ടക്ടറിൽ വരിക. അതാണ് ഇവിടെ ഈസി ആയിട്ട് കറണ്ട് കണ്ടക്ട് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഒരു ആറ്റത്തിൽ ഓവർലാപ്ഡ് ആണെങ്കിൽ ആ ആറ്റം ഒരു കണ്ടക്ടിങ് മെറ്റീരിയലിന്റെ ആറ്റമായിരിക്കും. ഒരു കണ്ടക്ടിങ് മെറ്റീരിയലിന്റെ ആറ്റമായിരിക്കും. അതായത് കോപ്പറിന്റെയോ അലുമിനിയത്തിന്റെയോ ഒക്കെ ആറ്റമായിരിക്കും അത്. ഓക്കെ, അപ്പൊ കണ്ടക്ടേഴ്സിന്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്തായിരിക്കും? ഓവർലാപ്പ് ചെയ്യും, തമ്മിൽ മിക്സ് ആയിരിക്കും, ചേർന്നായിരിക്കും എന്ത് ചെയ്യുക? ഇരിക്കുക. കേട്ടോ? സോ ഇതാണ് എന്താ പറയുന്നത്? കണ്ടക്ടർ. ഈ കണ്ടക്ടേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാലോ? നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾസ് പറയാം കണ്ടക്ടേഴ്സിന്? കോമൺലി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? കോപ്പർ പറയാം അല്ലെ, കോപ്പർ പറയാം. അതുപോലെ തന്നെ അലുമിനിയം പറയാം, ദെൻ സിങ്ക് ഒരു കണ്ടക്ടറാണ്. ദെൻ ലെഡ് ഒരു കണ്ടക്ടറാണ്. അതുപോലെ ടിൻ ഒരു കണ്ടക്ടറാണ്. ദെൻ യുറേക്ക, നിക്രോം എക്സെട്ര. ഓക്കെ, ഇതൊക്കെയാണെന്ത് മെയിൻ ആയിട്ട് വരുന്ന കണ്ടക്ടേഴ്സ്. ഇനി അടുത്ത് നമുക്ക് പറയാം സിൽവർ. അപ്പോൾ സിൽവറും ഗോൾഡോ സാറേ? സിൽവറും ഗോൾഡും ഉണ്ട്. സിൽവറും ഗോൾഡും വെരി ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്, വെരി ഗുഡ് കണ്ടക്ടേഴ്സ്. ബട്ട് നമുക്ക് ആ സിൽവറും ഗോൾഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കമ്പനി പൂട്ടി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് സിൽവറും ഗോൾഡും അങ്ങനെ കണ്ടക്ഷൻ ചെയ്തതിനു വേണ്ടി നമ്മൾ ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഡിവൈസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊന്നല്ലാതെ ഒരു ബൾക്കായിട്ടൊരു കണ്ടക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സിൽവറും ഗോൾഡും ഒന്നും കണ്ടക്ടിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നില്ല. കോപ്പർ അലുമിനിയം ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, സോ സിൽവറും ഗോൾഡും ഒക്കെ വെരി ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ബട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോപ്പറും അലുമിനിയമാണ്. ചില സ്പെഷ്യൽ കൈൻഡ് ഓഫ് പർപ്പസിന് മാത്രമേ ഈ ബാക്കി പറഞ്ഞ സിങ്കോ ലെഡും ടിന്നോ ഒക്കെ എവിടെ യൂസ് ചെയ്യുക? നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ടക്ടിങ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യും. രണ്ട് ടെർമിനലിനിടയ്ക്കുള്ള കണ്ടക്ടിങ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് ടിന്നും ലെഡും ആണ്. ഓക്കെ, അതുപോലെ അതാണ് കണ്ടക്ഷൻ്റെ കേസ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കേസ് എന്താണ്? ഇനി നമ്മൾ പറയുന്നതിൻ്റെ പേരാണ് സെമി കണ്ടക്ടർ. ഓക്കെ, സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ കണ്ടക്ടറിൽ 1, 2, 3 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റിലും വാലൻസ് ഷെല്ലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കണ്ടക്ടർ അല്ലേ. സെമി കണ്ടക്ടറിന്റെ കേസ് നോക്കാം. സെമി കണ്ടക്ടറിന്റെ കേസ് നമുക്ക് ഇങ്ങനെ നോക്കാം. ഒരു മെറ്റീരിയൽ എടുത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞു 14 അറ്റോമിക് നമ്പർ 14 വരുന്ന മെറ്റീരിയൽ. ഓക്കെ, 14 ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 2, 8, അപ്പോൾ 10 ആയില്ലേ ഇവിടെ? 2, 8 കൂടെ 10 ആയി. ഇനി അടുത്ത കൂടെ എന്ത് വരും? അടുത്ത സെല്ലിൽ എത്ര എണ്ണ വരുള്ളൂ? 4 എണ്ണ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 എണ്ണം വരുന്ന 4 ഇലക്ട്രോൺസ് വരുന്ന ആറ്റംസിനെ പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ടാവും? ഔട്ടർ മോസ്റ്റ് ഷെൽ ഹാസ് 4 electrons. They are called semiconductors. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ആ എലമെന്റ്സിന്റെ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് പറയാം? 14th ഗ്രൂപ്പ് എലമെന്റ്. ഓക്കെ, എലമെന്റ് ഇൻ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ 14ാം ഗ്രൂപ്പ് എലമെന്റ്സ്. ഓക്കെ, 14th ഗ്രൂപ്പ് എലമെന്റ്സ് ഒക്കെ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് വരുന്ന ആണ്. അവിടെയാണ് നമുക്ക് സിലിക്ക വരുന്നത്, കാർബൺ വരുന്നത്. ഓക്കെ, കാർബൺ, സിലിക്കൺ, ജെർമേനിയം ഒക്കെ വരുന്ന എവിടെയാണ്? 4 ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. സോ അതാണ് സെമി കണ്ടക്ടർ ഗ്രൂപ്പ്. ഓക്കെ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഗ്രൂപ്പ് അല്ലെങ്കിൽ 14th ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രത്യേകത. സെമി കണ്ടക്ടർ ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എനർജി ഗ്യാപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ വാലൻസ് ബാൻഡും പിന്നെ ഇതിന്റെ കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അവിടെ എനർജി ഗ്യാപ്പ് ഉണ്ടാവും, ബട്ട് എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, എനർജി ഗ്യാപ്പ് ഉണ്ട്, എനർജി ഗ്യാപ്പ് ഈസ് ലോ. ഓക്കെ, എനർജി ഗ്യാപ്പ് കുറവായിരിക്കും, ഉണ്ട് പക്ഷെ അത് കുറവായിരിക്കും. ഓക്കെ, എനർജി ഗ്യാപ്പ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടില്ല. അതാണ് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത.
ഇനി എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ട് ടെമ്പറേച്ചർ കൂടുകയോ അല്ലെങ്കിൽ ഒരുപാട് കറണ്ട് ഫ്ലോ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് വർക്ക് ചെയ്യുന്നില്ലേ? ബയാസിങ് കൊടുക്കുന്നതാണ്. സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യണം രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്നിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കൂടണം, തെർമൽ കണ്ടക്ടിവിറ്റി. കാരണം അതെന്ത് ചെയ്യും? ടെമ്പറേച്ചർ കാരണം എന്ത് ചെയ്യും? കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആവും. അതർവൈസ് എന്താ സംഭവിക്കുക? അവിടെ നമുക്ക് കറണ്ട് നമ്മൾ സപ്ലൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത്രയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കണ്ടക്ഷൻ നോക്കാം. അതാണ് ബയാസിങ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? PN ജംഗ്ഷൻ ഡയോഡൊക്കെ പഠിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നീ പഠിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? 4 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ് ആണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് സിലിക്കൺ, ജെർമേനിയം. ഓക്കെ ജെർമേനിയം, സിലിക്കൺ, ജെർമേനിയം ആണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വരുന്ന സാധനത്തിന്റെ പേരാണെന്ത്? ഇൻസുലേറ്റർ. സോ ഇൻസുലേറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഇൻസുലേറ്റർ നമ്മൾ പറഞ്ഞു 1, 2, 3 ആണെങ്കിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1, 2, 3 ആണെങ്കിൽ അതിന്റെ പേരെന്താണ്? കണ്ടക്ടർ ആണ്. ദെൻ 4 വന്നു കഴിഞ്ഞാൽ അത് സെമി കണ്ടക്ടറായി. ഇനി ഇൻസുലേറ്റർ വരുമ്പോൾ ഇൻസുലേറ്ററിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളതൊക്കെ എന്തായിരിക്കും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം 5, 6, 7 ഒക്കെ ആയിരിക്കും. 5, 6, 7 ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം വരിക. ഓക്കെ, സോ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ആറ്റം നോക്കി, ആറ്റത്തിന്റെ ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നതാണെന്നറിയാം. നമുക്കൊരു ക്വസ്റ്റ്യൻ വരുവാണ്, ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് അത് സെമി കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ എന്ന് പറയാൻ വേണ്ടി ചോദിക്കും. ഇപ്പൊ 5, 6, 7 ഒക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5, 6, 7 ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഇൻസുലേറ്റർ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു കാര്യം ചെയ്യാം. 35 ഇലക്ട്രോൺസ്, 35 ഇലക്ട്രോൺസ് വരുന്ന 35 ഇലക്ട്രോൺസ് ഉള്ളൊരു ആറ്റം. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതിയാൽ എങ്ങനെ വരും? 2, 8, 18. എത്രയായി? 2, 8, 18 ചെയ്യുമ്പോൾ എത്രയായി? 20, 28 ആയില്ലേ? 28ആയി. അപ്പൊ നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം? അടുത്ത ഷെല്ലിൽ ഇനി എത്ര ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്? 7 എണ്ണമാണ് ബാക്കിയുള്ളത്. അടുത്ത ഷെല്ലിൽ മാക്സിമം പോയി 8 എണ്ണം വരാം, അല്ലെങ്കിൽ എന്താവണം? 18 ആവണം. ഓക്കെ, 2 എണ്ണം വരില്ല, 8 വരാം, അല്ലെങ്കിൽ 18 വരാം, 32 അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, 7 എണ്ണത്തിന് വകുപ്പുള്ളൂ. അപ്പൊ അടുത്ത എന്താണ്? 7 ആണ് അടുത്ത് വരിക. 7. സോ ഇതെന്തായിരിക്കും? ഇതൊരു ഇൻസുലേറ്റർ ആയിരിക്കും. കാരണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 ഇലക്ട്രോൺസേ ഉള്ളൂ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസേ ഉള്ളൂ. സോ അതുകൊണ്ട് അതെന്തായിരിക്കും? അതൊരു ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ആക്ട് ചെയ്യുക. അത് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. സോ അതൊരു ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ആക്ട് ചെയ്യുക. സോ ഇതൊരു ഇൻസുലേറ്റർ. സോ 5, 6, 7 ഇതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമെങ്കിൽ, വാലൻസ് ഷെല്ലാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻസുലേറ്റർ. ഓക്കെ, സോ ഇൻസുലേറ്റേഴ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഇറ്റ് വിൽ റെസ്ട്രിക്റ്റ് ഫ്രീ ഇലക്ട്രോൺ. റെസ്ട്രിക്റ്റ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? അത് തടയും, അത് ഒപ്പോസ് ചെയ്യും. ഒപ്പോസസ് ദി ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ എയർ എന്താണ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എയർ ഒരു ഇൻസുലേറ്റർ മീഡിയമാണ്. അതുപോലെ തന്നെ എയർ പോലെ നമുക്ക് പറയുന്ന ഗ്ലാസ് പറയാം, വുഡ് പറയാം, ഡ്രൈ വുഡ്. ഓക്കെ, വുഡ്, പ്ലാസ്റ്റിക്, റബ്ബർ, ദീസ് ആർ ദ എക്സാമ്പിൾസ്. പേപ്പർ, മൈക്ക, അങ്ങനെ കുറെ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്തെല്ലാം ആറ്റം ഉണ്ടല്ലോ. സാർ ഇൻസുലേറ്റേഴ്സ് അല്ലേ? ഇതിലൊക്കെ എങ്ങനെ വാലൻസ്? ഇൻസുലേറ്റേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് അല്ലേ? ആ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസ് ആണെന്ന് ഞാൻ പറഞ്ഞത്. 5, 6, 7 ഒക്കെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻസുലേറ്റർ. ഇനി അടുത്ത് വരുന്നത് എന്താണ്? 8 ഇലക്ട്രോൺസ് വരുന്നത്. 8 ഇലക്ട്രോൺസ് വരുന്നത് നമ്മൾ എന്താ പറയും? ഒറ്റ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അതിനെ എന്താ പറയാ? അത് ഗ്യാസസ് ആണ് കേട്ടോ, അത് ഗ്യാസസ് ആണ്. സോ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻസുലേറ്ററിൽ 5, 6, 7 എന്നുള്ള കേസ് നമ്മൾ ഇൻസുലേറ്റിംഗ് ഗ്യാസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നത്. ഓക്കെ, ഇനർട്ട് ഗ്യാസ് എന്ന് നമ്മൾ പറയത്തില്ലേ, ആ സാധനം ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, സോ
സെമി കണ്ടക്ടേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെമി കണ്ടക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. സെമി കണ്ടക്ടേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെമി കണ്ടക്ടർ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടാക്കാനാണ്. ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടാക്കാനാണ് നമ്മൾ സെമി കണ്ടക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ള എന്താണ്? അപ്പോൾ ഇതാണ് ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റിയിൽ ഫസ്റ്റ് ആറ്റത്തിനെ ബേസ് ചെയ്ത്, അറ്റോമിക് സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ആദ്യം നമുക്ക് പറയേണ്ടി വരുന്ന കോൺസെപ്റ്റുകൾ. ഓക്കെ, ഇനി നമുക്ക് ഈ സർക്യൂട്ടിന്റെ എലമെന്റ്സ്, ഓക്കെ, ഈ സർക്യൂട്ടിന്റെ തന്നെ എലമെന്റ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സർക്യൂട്ടിൽ വരുന്ന എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്.